ഇക്കാണുന്നതാണ് ഇവിടുത്തെ വിസിറ്റേഴ്സ് ഹാൾ. ഇതിനകത്ത് കയറിയാൽ ഫാമിലെ പശുക്കളെ കറക്കുന്നത് കാണാം. ഫാമിൽ സന്ദർശകർക്ക് പശുക്കളെ അടുത്ത് കാണാവുന്നത് ഈ വിസിറ്റേഴ്സ് ഹാളിലാണ്. ഞങ്ങൾ അതിനകത്തേക്ക് കയറി ചെന്നു. വളരെ കലാപരമായാണ് വിസിറ്റർ ഹാളിന്റെ മുൻഭാഗവും മറ്റും ഒരുക്കിയിരിക്കുന്നത്. ഒരു ഫാമിനെ എങ്ങനെ ഒരു ആർട്ടിസ്റ്റിക് കേന്ദ്രമാക്കാമെന്ന് കാണിച്ചു തന്നിരിക്കുന്നു. പാൽപാത്രങ്ങളും ഫാമിലെ ഉപകരണങ്ങളുമെല്ലാം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. സെക്യൂരിറ്റി സ്റ്റാഫ് ഉൾപ്പെടെ ചില ജീവനക്കാരുമുണ്ട് ഇവിടെ. ഒരു ചില്ലിലൂടെ ഇവിടെ കാണുന്നത് ഫാമിലെ ഒരു പ്രധാന ആക്ടിവിറ്റിയാണ്. ഈ ഫാമിലെ ഒരു മിൽക്കിംഗ് സെന്റർ. കറങ്ങുന്ന വലിയൊരു കൺവെയർ പ്ലാറ്റ്ഫോമിലേക്ക് പശുക്കളെ കയറ്റി നിർത്തുന്നു. അതങ്ങനെ സാവധാനം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. എയർ കണ്ടീഷൻ ചെയ്തതും ഡിസിൻഫെക്റ്റഡ് ആക്കിയതുമായ വലിയൊരു ഹാളാണ്. ഓരോ പശുക്കളും ഓരോ കള്ളിക്കകത്ത് കയറി നിൽക്കുന്നു. പ്രത്യേകം നമ്പറിട്ട കള്ളികൾ. പ്ലാറ്റ്ഫോം സാവധാനം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പശുക്കളെ കറന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. എല്ലാ പശുക്കളുടെയും അകട്ടിലേക്ക് മിൽക്കിംഗ് എക്യുപ്മെന്റ് ഘടിപ്പിച്ചിട്ടുണ്ട്. പശുക്കൾ പാൽ ചുരത്തിക്കൊണ്ടിരിക്കുന്നു. നൂറുകണക്കിന് പശുക്കളെ ഒരേ സമയം കറക്കുന്ന പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത്. പശുക്കൾ നിരന്നു നിൽക്കുന്നു. അവ നിൽക്കുന്ന പ്ലാറ്റ്ഫോം സാവധാനം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു കറക്കം പൂർത്തിയാക്കുമ്പോഴേക്കും പശുക്കറവയും തീർന്നിരിക്കും. വളരെ സിസ്റ്റമാറ്റിക് ആണത്. ഈ ഒരു ബാച്ചിനെ കറന്നു കഴിഞ്ഞാലുടൻ അടുത്ത ബാച്ച് ഇതിനകത്തേക്കു കയറും. ഇങ്ങനെ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും പ്ലാറ്റ്ഫോം കറക്കം നിർത്തുന്നില്ല. വളരെ സാവധാനമാണ് അത് നീങ്ങുന്നത്. ഇത്രയും പശുക്കളെ കറക്കാൻ അപൂർവം ജീവനക്കാരെ ഇതിനകത്തുള്ളൂ. അതാണ് പ്രധാന കാര്യം. ആയിരക്കണക്കിന് പശുക്കളെ കറക്കാൻ വളരെ കുറച്ച് ജീവനക്കാർ മാത്രം. അവർ സൂപ്പർവൈസർമാരെ പോലെ അങ്ങനെ നടക്കുന്നു. അണുവിമുക്തമാക്കിയ വസ്ത്രം ധരിച്ചാണ് നടപ്പ്. പശുക്കൾക്ക് മാത്രമല്ല, കറന്നെടുക്കുന്ന പാലിലും അണുബാധ ഉണ്ടാവരുത്. മറ്റൊരു വശത്തുകൂടി പശുക്കൾ കയറി വരുന്നത് കാണാം. നൂറുകണക്കിന് പശുക്കൾ ബാച്ചായി കയറി വന്നുകൊണ്ടിരിക്കുന്നു. കറങ്ങുന്ന മിൽക്കിംഗ് പ്ലാറ്റ്ഫോമിലുള്ള പശുക്കൾ ഇറങ്ങുന്ന മുറയ്ക്ക് പുതുതായി വരുന്ന പശുക്കൾ അതിലേക്കു കയറും. കയറി വരുമ്പോഴും ഇറങ്ങുമ്പോഴും അവയെ അണുവിമുക്തമാക്കുന്നുണ്ട്. മരുന്ന് സ്പ്രേ ചെയ്ത് ഡിസിൻഫെക്റ്റഡ് ആക്കുകയാണ്. കറവ കഴിഞ്ഞ പശുക്കൾ കൺവെയറിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അതോടൊപ്പം പുതിയ പശുക്കൾ വന്ന് കയറുന്നുമുണ്ട്. അതെല്ലാം വളരെ സിസ്റ്റമാറ്റിക്കായി നടന്നുകൊണ്ടിരിക്കുകയാണ്. 22,000 പശുക്കളുണ്ട് ഇപ്പോൾ ബലാത്ന ഫാമിൽ. അവയെ കറക്കുന്ന പ്രോസസ് ഇങ്ങനെയാണ്. ദിവസം മുഴുവൻ നീളുന്ന പരിപാടിയാണിത്. നമ്മുടെ കേരളത്തിലും ഫാമുകൾ സെറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെയാണ്. 19-ാം നൂറ്റാണ്ടിലെ ശൈലിയിലാണ് ഇപ്പോഴും നമ്മുടെ പല ഫാമുകളും പ്രവർത്തിക്കുന്നത്. അവയിൽ പലതും ലാഭകരമല്ലതാനും. ഇത്തരം വമ്പൻ ഫാമുകളുടെ സാധ്യതയെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. ഇതിവിടെ എങ്ങനെ വിജയിപ്പിച്ചിരിക്കുന്നു എന്നത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. ഒരേ പ്രായവും രൂപവുമുള്ള പശുക്കൾ. അവ പാൽ ചുരത്തിക്കൊണ്ടേയിരിക്കുന്നു. തിന്നുക, പാൽ ചുരത്തുക, വിശ്രമിക്കുക, ഇതേയുള്ളൂ പശുക്കൾക്ക് ഇവിടെ ജോലി. പറമ്പിലൂടെ ഇറങ്ങി നടന്ന് തീറ്റി അന്വേഷിക്കേണ്ടതൊന്നുമില്ല. പുല്ലും മറ്റു പോഷകങ്ങളും അവയുടെ മുന്നിലേക്കെത്തും. പ്ലാറ്റ്ഫോമിന് ചുറ്റും കൃത്യമായ ക്ലീനിംഗ് നടക്കുന്നുണ്ട്. ഞാൻ ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയ ശേഷം ഇത് 2-ാമത്തെയോ 3-ാമത്തെയോ തവണയാണ് ഈ വിധം വൃത്തിയാക്കുന്നത്. ഏത് സമയവും ഇങ്ങനെ പെർഫെക്റ്റ് ആയിരിക്കും കാര്യങ്ങൾ. ഇങ്ങനെയൊക്കെയാണ് ലോകത്ത് ആധുനികമായ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത്. അതിഗംഭീരമായ ഒരു അനുഭവമായി എനിക്ക് ബലാത്ന ഫാമിലെ ഈ മിൽക്കിംഗ് സ്റ്റേഷൻ. പശു വളർത്തലിന്റെ വലിയ കേന്ദ്രമായ സ്വിറ്റ്സർലൻഡിലും മറ്റും പോയിട്ടുണ്ടെങ്കിലും ഇത്തരമൊരു ഫാം ഞാൻ അവിടെ കണ്ടിരുന്നില്ല.